ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന രീതി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെതായ രീതിയിലൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടി 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കപ്പിലോട്ട് ഒരു 1/2 കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ പാലും ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാവേ. ഇനി ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരില്ലേ, അപ്പോൾ ഒരു പാടയൊക്കെ വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ആ പാട നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാം കേട്ടോ. ഇതുണ്ട്, ഈ പാട നമുക്ക് മാറ്റിക്കളഞ്ഞേക്കാം. ഞാൻ അതിലുള്ള എല്ലാ പാടയായിട്ട് വന്ന എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാട്ടോ. 3 സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ചതാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം അതിനകത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന പാലിലോട്ട് 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിനെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കട്ടകളൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ഇത് കണ്ടോ, രണ്ടാമതും നമുക്ക് ആ പാട അവിടെ നിന്ന് മാറ്റിക്കളയാം കേട്ടോ. നമ്മൾ പാട വരുന്നുണ്ട്, ആ പാട നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. ആ പാടയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പിലിരിക്കുന്ന ആ മൈദ മിക്സ് ചെയ്തേക്കുന്ന ആ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ടോ, നമ്മളത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മൈദ ഇതുമൊക്കെ ആയിട്ട്. അതിൽ ഞാനൊരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കുക. ആ നെയ്യും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ നന്നാക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ എല്ലാം നെയ്യെല്ലാം അതിനകത്ത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. മിക്സായി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. നമ്മുടെ എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1 സ്പൂൺ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എസൻസൊക്കെ ചേർത്ത് നമ്മുടെ പാല് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഇത് കണ്ടോ, ഇതൊന്ന് കുറുകി വരുന്നത് കാണാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഒരു തിള വരുമ്പോഴത്തേനും നമുക്കത് വാങ്ങിയെടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ ഇപ്പം മിക്സ് അത് നമുക്ക് നല്ലതായിട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് വാങ്ങി വെക്കാം കേട്ടോ. അതിന് ഇത് കണ്ടോ, വാങ്ങി വെക്കാറായിട്ട് നമുക്കത് ഒന്ന് തണക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഞാനിത് നിങ്ങളെ ഇത് ഉണ്ടാക്കിയത് കാണിച്ചതുള്ളൂ. ഇത് ഇനി നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തന്നെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ടോ. അപ്പോൾ അതിന് ഇത് നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എടുത്തതാണേ. ഇത് കണ്ടോ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് ഇതെല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്കത് ഉപയോഗിക്കാൻ നേരത്ത് ബീറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അത് ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയോ എന്ത് വേണേലും നമുക്കത് ചെയ്യാവേ. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.